18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഒരു കൂട്ടം രസതന്ത്രജ്ഞന്മാർ അന്തരീക്ഷവാതകങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു. നൈട്രജൻ വാതകത്തിന് നിറമോ മണമോ രുചിയോ ഇല്ലാത്തതിനാൽ പ്രത്യക്ഷത്തിൽ തിരിച്ചറിയാൻ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ പ്രയാസകരമായിരുന്നു. 1772 സ്കോട്ടിഷ് രസതന്ത്രജ്ഞനും ഫിസിഷ്യനുമായ ഡാനിയൽ റൂദർഫോർഡ് ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം ഒരു എലിയെ അടച്ച പാത്രത്തിൽ വെച്ചു. പാത്രത്തിനുള്ളിലെ ഓക്സിജൻ തീർന്നപ്പോൾ എലി മരിക്കുകയും ചെയ്തു. അതിനുശേഷം അതിലൊരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുകയും ഒരു കഷ്ണം ഫോസ്ഫറസ് ജ്വലനത്തിനു വിധേയമാക്കുകയും ചെയ്തു. പിന്നീട് ഇതിലുണ്ടായിരുന്ന വായുവിനെ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തിവിട്ടു. ഇത് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കി. അതായത് വായുവിലുണ്ടായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ലായനിയിൽ അലിഞ്ഞുയർന്നു എന്നർത്ഥം. അങ്ങനെ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും വായുവിൽ നിന്ന് നീക്കം ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിഗമനം ഇങ്ങനെയായിരുന്നു: പാത്രത്തിലുണ്ടായിരുന്ന നൈട്രജൻ വാതകം മെഴുകുതിരിയെ കത്താൻ സഹായിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം നൈട്രജൻ വാതകത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും പ്രകൃതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു നൈട്രജൻ സൈക്കിളിൻ്റെ ഘടന ആവിഷ്കരിച്ചെടുത്തു. ആ കാലഘട്ടത്തിൽ തന്നെ കാൾ വിൽഹെം ഷീൽ, ഹെൻറി കാവൻഡിഷ്, ജോസഫ് പ്രീസ്ലി എന്നിവർ വിവിധ പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും റൂദർഫോർഡിൻ്റെ നിഗമനത്തെ ശരിവെക്കുന്നതായിരുന്നു. 1777 ഫ്രഞ്ച് രസതന്ത്രജ്ഞനായിരുന്ന അന്റോണിയോ ലവോഷ്യർ ഒരു പ്രത്യേക താപത്തിൽ ഒരു വാതകം ഓക്സിജനുമായി കൂടിച്ചേരുന്നുവെന്നും അത് ഓക്സിജനെ ജ്വലന സഹായകമല്ലാതാക്കി തീർക്കുന്നുവെന്നും പരീക്ഷണത്തിലൂടെ തെളിയിച്ചു. ഇതിനെ അദ്ദേഹം നൈട്രജൻ എന്ന് വിളിച്ചു. അതായത് നോ ലൈഫ് അഥവാ ജീവൻ നിലനിർത്താൻ സഹായകമല്ലാത്തത് എന്നർത്ഥം. 1883 ഏപ്രിൽ 15 പോളിഷ് ഊർജ്ജതന്ത്രജ്ഞന്മാരായ സിഗ്മണ്ടും കരോളും നൈട്രജൻ വാതകത്തെ ആദ്യമായി ദ്രവീകരിച്ചെടുത്തു. പിന്നീട് 1910 ലോർഡ് റെയ്ലി നൈട്രജൻ ഗ്യാസിലൂടെ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് പ്രവേശിപ്പിച്ച് ആക്റ്റീവ് നൈട്രജനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ ലിക്വിഡ് നൈട്രജനെ വ്യാപകമായി ഉപയോഗപ്പെടുത്താൻ ആരംഭിച്ചു. ഇത് ആരോഗ്യമേഖലയെ കാര്യമായി തന്നെ സ്വാധീനിച്ചു. ഹ്യൂമൻ ഓർഗൻ, ബ്ലഡ് തുടങ്ങിയവയെല്ലാം സ്റ്റോർ ചെയ്തു വയ്ക്കാൻ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ചു. നൈട്രജൻ്റെ കണ്ടുപിടുത്തം ഭക്ഷ്യോൽപാദനം ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ നൈട്രജൻ അടങ്ങിയ രാസവളങ്ങൾ ധാരാളമായി ഉൽപ്പാദിപ്പിച്ചു. കൂടാതെ നൈട്രജൻ ഗ്യാസും ലിക്വിഡ് നൈട്രജനും ഉപയോഗിച്ച് മിലിറ്ററി റിസർച്ച് സെൻ്ററുകളിൽ രാസായുധങ്ങളും മറ്റ് സ്ഫോടക വസ്തുക്കളും നിർമ്മിക്കാൻ ആരംഭിച്ചു. ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഫ്രിറ്റ്സ് ഹേബർ വായുവിലെ നൈട്രജനെ ഉപയോഗിച്ച് അമോണിയ ഉണ്ടാക്കി. ഈ കണ്ടുപിടുത്തം അദ്ദേഹത്തെ 1918 നോബൽ സമ്മാനത്തിന് അർഹനാക്കി. പ്രപഞ്ചത്തിൽ വളരെ സമൃദ്ധമായി കാണപ്പെടുന്ന 5ാമത്തെ മൂലകമാണ് നൈട്രജൻ. അതുപോലെ തന്നെ ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തിൽ 78% നൈട്രജനാണ്. അതായത് ഏകദേശം 4000 ട്രില്യൺ ടൺ നൈട്രജൻ വാതകം.